NIPT ഡ്യുവൽ മാർക്കർ ടെസ്റ്റ് ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് രണ്ടും കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഡ്യുവൽ മാർക്കർ ടെസ്റ്റിൽ ബ്ലഡിനകത്തുള്ള 2 മാർക്കേഴ്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള NT എന്ന് പറയുന്ന വാല്യൂവും കൂടെ ആഡ് ചെയ്തിട്ട് കുഞ്ഞിന് ജനറ്റിക് ആയിട്ടുള്ള എസ്പെഷ്യലി ഡൗൺ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഒരു ഏകദേശം 85% വരും. പക്ഷേ നമുക്ക് ഫോൾസ് പോസിറ്റീവ്, അതായത് ശരിക്കും പോസിറ്റീവ് അല്ലാത്തത് പോസിറ്റീവായിട്ട് കിട്ടാനുള്ള സാധ്യതകൾ കുറച്ചും കൂടെ കൂടുതലാണ്. ഇനി നമ്മൾ NIPT എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ബ്ലഡിനകത്തുള്ള ഫീറ്റൽ സെൽസിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് ജനറ്റിക് സ്റ്റഡി ചെയ്യുന്നതാണ്. ഇത് നമുക്കൊരു 10 ആഴ്ച മുതൽ ചെയ്യാം. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 99% കൂടുതലാണ്. അതിൻ്റെ ഫോൾസ് പോസിറ്റീവ് റേറ്റ്സ് വളരെ കുറവാണ്. പക്ഷേ കമ്പയർഡ് ടു ഡ്യുവൽ മാർക്കർ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതിപ്പോൾ അതുകൊണ്ട് നമ്മൾ റൊട്ടീനായിട്ട് അത് ചെയ്യാറില്ല. മദറിൻ്റെ ഏജ് ഒരു 35 ഇയേഴ്സിന് മുകളിലാണ്, സ്കാനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുമ്പത്തെ കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക് അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഫാമിലിയിൽ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ NIPT ടെസ്റ്റ് സജസ്റ്റ് ചെയ്യാറ്.